എന്നും രാവിലെ 5 മണിക്ക് നീക്കും. എൻ്റെ പൊന്നുപൊടിനെ രാവിലെ തന്നെ കാണുമ്പോഴേ ഒരു സമാധാനം. ലൈറ്റ് ഇടാൻ പറ്റില്ല, ലൈറ്റ് ഇട്ടാൽ കുഞ്ഞി പോവാക്കറിയും. ഇമ്മ കൊടുത്തയച്ച പ്രോട്ടീൻ പൗഡർ കഴിച്ചു. അതിന് ശേഷം ജിമ്മ ആ പാത്രം കഴിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ച്. ഷൂ നമ്മളെ വർക്കിന് പോകുമ്പോൾ ഇടുന്ന ഷൂ ആണ്, പൂമൻ്റെ ഷൂ ആണ്. മാറ്റാൻ അതിന് എന്തായാലും 3-4 മാസം പടി കൂടി കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷൂ ഇട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. സിവിൽ ID നിർബന്ധമാണ്, ചെക്കിങ് ഉണ്ടായതുകൊണ്ട്. നമ്മളെ വണ്ടി അവിടെ കാത്തിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ പോവുക ചെയ്യുക. അതിൻ്റെ ശേഷം ഓരോ ഭാഗത്തുനിന്ന് ഓരോരുത്തർ എടുത്തെടുത്ത് പോവുക ചെയ്യുക. അത് ഒരു ടീം കയറി നമ്മളതിന് ശേഷം നേരെ കമ്പനിക്ക് പോവുക ചെയ്യുക. ചെറുതേട്ടാ, ഞാൻ ഇപ്പോൾ പുതിയൊരു പരിപാടി പഠിക്കുന്നു, ഡെയിലി വ്ളോഗ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെ എന്താ നിങ്ങൾ അങ്ങനെ നടത്താനോ? നിങ്ങൾ പറയളേ, കോപ്പ അമേരിക്കയിൽ ഫൈനൽ ആയിരിക്കും പറഞ്ഞേ, അതിനെ തോൽക്കുന്നു. ഇതാക്ച്വലി നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞ തന്നെ ഫുഡ് ഒരു ഫുള്ള് ബിരിയാണി. ആരിഫ് ഭായ് മൂപ്പര് പാകിസ്ഥാനിയാണ്, ഭയങ്കര ഏലാണ് ആള്. അയാളെന്താ ജാമീനൊന്നും. ഇത് നമ്മളെ കമ്പനിയിലെത്തി. ഫുജി ലിഫ്റ്റ് കമ്പനിയാണ് അത്. നമ്മുടെ അത്യാവശ്യം വലിയൊരു ഇൻ്റർനാഷണൽ കമ്പനി തന്നെയാണ് കുവൈത്തിലെ. ഇതാ രാവിലെ തന്നെ എല്ലാവരും ഇവിടെ വന്ന് ഇരിക്കുക. ഒരു 7-8 മണി വരെ എല്ലാം ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ ശേഷം എല്ലാവരും പല ഭാഗത്തേക്ക് പോവുക ചെയ്യാം. നമ്മളിന്ന് പോകുന്നത് വെസ്റ്റ് അബ്ദുള്ള മുബാർക്കിലേക്കാണ്. ഇവിടെ നല്ല നല്ല അടിപൊളി രസകരമായിട്ടുള്ള ബിൽഡിങ്ങൊക്കെയുള്ള ഏരിയകളാണ്. ആ കാണുന്ന നമ്മുടെ അടിപൊളി ഇവിടുത്തെ കുവൈത്തിലെ ഏറ്റവും മികച്ച ഒരു സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. അപ്പോൾ അതിനുശേഷം രാവിലെ 2-3 മുഷക്കൽ കഴിക്കും. നമ്മളിങ്ങനെ ഇന്ന് നമ്മളെ സൈറ്റിലേക്ക് പോയി കൊടുക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ഇബ്രാഹിം സാധാരണ വണ്ടി കിടന്ന് കളകള പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്നെന്താ വെച്ചാൽ ആൾ മുണ്ടണില്ല. കാരണം ഞാൻ തൊപ്പിയും കണ്ണാടി വെച്ചപ്പോഴേ മൂപ്പർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പെരുന്നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തി. ഇന്ന് ഇവിടെ എനിക്ക് പണി അതിൻ്റെ മെയിൻ്റനൻസ് ആണെന്ന് എടുത്തത്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി എന്താണ് പ്രശ്നങ്ങളൊക്കെ നോക്കി. ഇതാണ് നമ്മൾ ലിഫ്റ്റ്. അപ്പം പ്രശ്നങ്ങൾ ലെവലിങ്ങിന് പ്രശ്നമില്ല. നമ്മളതിൻ്റെ ശേഷം പുറത്തുനിന്ന് ഡോറ് തുറന്ന് ഉള്ളോട്ട് നോക്കുകയാണ്. എന്താണ് അവിടെ ഉള്ളിലാണോ പ്രശ്നം എന്താണെന്ന് നോക്കിക്കൊണ്ട് അതിൻ്റെ ഇതിന് കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇത് മെഷീനാണ്, അതിൻ്റെ ഒപ്പമുള്ള കൺട്രോള് നമ്മളെന്താണ് ആ വിഷയം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നമ്മളിങ്ങനെ അടുത്ത സൈറ്റിലേക്ക്, ഡെയിലി 4-5 സൈറ്റ് ഉണ്ടാവും, അടുത്ത സൈറ്റിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ പെരുമ്പയിലാണ്, 54 ഡിഗ്രിയാണ് ചൂടുള്ളത്. AC ഒക്കെ ഇട്ടിട്ട് പൊള്ളുകയാണ്. ഡ്രൈവർ നല്ല എൻജോയ് ചെയ്യുന്ന ആളാണ്, നല്ല പാട്ടും ഇതൊക്കെ ഇട്ടുന്ന ആളാണ് വണ്ടിയിൽ. ഉഷാറായി പോകുന്നുണ്ട്. ഞാനിങ്ങനെ മുന്നിലിരിക്കൊണ്ട് തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കണ്ട പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നെട്ടിക്കുന്ന കാഴ്ച ആകാശത്ത് കാണുന്നത്. ഫ്ലൈറ്റ് അങ്ങനെ കൊച്ചിക്കാണോ ഇനിയിപ്പോൾ കാലിക്കറ്റിക്കാണ് കണ്ണൂർക്കാണ് പോകുന്നറിയില്ല. ആ പോക്ക് കാണാൻ ഭയങ്കര രസം. എന്താ ചെയ്യുക, എന്തെല്ലാം മടി കൂടി കഴിയാതെ നന്നാൻ കഴിയും. ഞാൻ കണ്ണ് മടക്കി വെച്ച് കുറച്ച് ചിപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിച്ച് നല്ല അടിപൊളി രസമുള്ള അവിടുത്തെ കുവൈത്തിലെ മെയിൻ സാധനമാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ ലിഫ്റ്റ് എന്നാക്കുന്ന ഇടയിൽ കുറച്ച് ആൾക്കാർ സാധനങ്ങൾ മേലെ കയറ്റാണ്ട് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോസ്റ്റാക്കി ഇരുത്തി. കുറച്ച് നേരങ്ങൾ അവിടെ അങ്ങനെ നല്ലൊരു പോസ്റ്റായിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം അവിടെ നിന്ന് ശേഷം വർക്ക് തീർത്ത് നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ ബില്ലും കാര്യം കൊടുത്ത് നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോഴാ മൂപ്പര ആ ചിരി കാണുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. അതൊക്കെ ഒന്ന് തീർച്ചയായും നല്ല നമ്മളെ ചോനെ അങ്ങനെ കുറച്ചു നേരം മൂപ്പര പെരുമ്പടായി കേട്ടെന്ന് നേരം പോയി അറിഞ്ഞില്ല. അതിൻ്റെ ശേഷം തണുത്തോളത്തിരുന്ന് കുളിച്ച് ഒന്ന് നിസ്കരിച്ച് അതിൻ്റെ ശേഷം ഭക്ഷണം ഉണ്ടാക്കി. അപ്പം ഒരു മുട്ടമ്പാടി കൂടി ചാമ്പി കറി, നല്ല മീൻ കറി ഉണ്ടേനി. അങ്ങനെ പ്ലേറ്റിൽ കിട്ടും ഒറ്റടിയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. പിന്നെ ഫുട്ബോൾ ട്രെയിനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയി. അപ്പം ഒന്ന് മിസ്റ്റർ ഡാഡി ആയിട്ട് ചർച്ച നടത്തി, ഉമ്മായിട്ട് സംസാരിച്ച്, വൈഫായിട്ട് സംസാരിച്ച്, പൊന്നുപൊടിനോട് സംസാരിച്ച്, അറ്റാറിയുണ്ട്. ഭയങ്കര ക്ഷീണമായി, നല്ല വെയിലല്ലേ, ഒറ്റ ഉറക്കം തുടങ്ങി. ഉറക്കം ഇങ്ങനെ മുറുകി വരുമ്പോഴാണ് നമ്മൾ ചങ്ങായി വിളിക്കുന്നത്, പോവല്ലേ ജിമ്മിന്. അങ്ങനെ പിന്നെ നടന്നിങ്ങനെ പോയി. അവിടെ ഫുള്ള് ചെക്കിങ്ങും പോലീസുകാരൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു അവിടെ. അങ്ങനെ ജിമ്മിലെത്തി ചില്ലിൻ്റെ മുമ്പിൽ നല്ല ഫോട്ടോ ഒക്കെ നോക്കി. മാസ്റ്റർ വന്നു നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. സുബ്ഹാനല്ലാഹ്, അയാൾ വന്നു. മിലിറ്ററിക്കാരനായതുകൊണ്ട് ചെറിയ തള്ളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും നല്ല പണിയാവും ഉണ്ടാവുക. പകുതി ജീവൻ കഴിഞ്ഞാണ്. ഞാൻ പിന്നെ ബാക്കിലായതുകൊണ്ട് വല്ലാതെ പണിയെടുത്തില്ല. അവങ്ങൾ തുടങ്ങി. ഇത് കഴിയണില്ല, ആള് മുട്ടം പണിയാണ്. ഫീസ് കൊടുത്തതിന് മൂപ്പര് ഫീസ് മുതലാക്കുക.
ഇത് പിന്നെ നമ്മളെ കമ്പനിക്കാരൻ പോലീസ്. ഇവനൊക്കെ എങ്ങനെ വേർക്കണേ ഞാൻ ആദ്യമായിട്ട് കാണാം. സുബ്ഹാനല്ലാഹ്, അതൊന്നും കഴിഞ്ഞില്ലേ. ജിമ്മ കഴിഞ്ഞ് ഓടിപ്പാഞ്ഞ് എന്ന് കിടന്നുറങ്ങലോ വെച്ച് വരുമ്പോഴാവും ഇയാൾ ഇവിടെ കാണുക. ഇത് ജാബർക്ക നമ്മളെ ഗ്യാങ്ങിലെ മെയിൻ ആളാണ്. ഇയാൾ വന്നാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. 2-3 മണിക്കൂർ ഇയാളെ തള്ളു കിടക്കുന്നു. അയാളെ വർത്താനം കേട്ട് കൊട്ടനാവി അങ്ങോട്ടുണ്ട്. അതിനിടയ്ക്ക് ഉമ്മ കൊടുത്തയച്ച പ്രോട്ടീന് കഴിച്ച് ഒറ്റ ഉറക്ക.